റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ 40-ാം ഭാഗം. ഇടയ്ക്കൊന്ന് ഫ്ലാറ്റിലേക്ക് പോയതല്ലാതെ റാമും പാട്ടിയുടെ വീട്ടിൽ തന്നെ അവർക്കൊപ്പം സമയം ചെലവഴിച്ചു. പാട്ടി തനിക്കറിയാവുന്ന എല്ലാതരം സ്പെഷ്യൽ വിഭവങ്ങളും അവർക്കായി ഉണ്ടാക്കി. ഉച്ചയ്ക്ക് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന നേരത്തായിരുന്നു കോളിംബെല്ലിൻ്റെ ശബ്ദം കേട്ടത്. വെട്രി പോയി നോക്കുമ്പോൾ തൻ്റെയും രേഷ്മയുടെയും അച്ഛൻ വാതിൽക്കൽ നിൽക്കുന്നത് കണ്ടു. അവൻ രേഷ്മയെ ഉറക്കെ വിളിച്ചതും അവളും പുറത്തേക്ക് ചെന്നു. തൊട്ടു പിന്നാലെ കാര്യമെന്തെന്നറിയാതെ മറ്റുള്ളവരും വെളിയിലേക്ക് ഇറങ്ങി. "അപ്പ എന്നെ തിരിച്ചു വിളിക്കാൻ വന്നതാണെങ്കിൽ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അതും അമ്മയെ ഓർത്തല്ല, അപ്പയെ ഓർത്ത് മാത്രം," അവൾ അയാളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. അവരുടെ സംസാരത്തിലൂടെ അത് വെട്രിയുടെയും രേഷ്മയുടെയും അച്ഛനാണെന്ന് മനസ്സിലായതും പാട്ടി അയാളെ വരാന്തയിൽ കിടന്നിരുന്ന കസേരയിലേക്ക് വിളിച്ചിരുത്തി. കസേരയിലേക്ക് ഇരുന്നതിന് ശേഷം അയാൾ രേഷ്മയെ തൻ്റെ അരികിലേക്ക് വിളിച്ചു. "മോളെ, നിന്നെ തിരിച്ചു വിളിക്കാനല്ല അപ്പ ഇവിടേക്ക് വന്നത്. നീ ഇനി അങ്ങോട്ട് തിരിച്ചു വരണ്ടെന്ന് പറയുവാനാ അപ്പ വന്നത്. നീ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതിന് ശേഷം നിന്നെപ്പറ്റി നിൻ്റെ അമ്മയും അവളുടെ സഹോദരനും കൂടെ എന്തൊക്കെ തോന്നിവാസങ്ങളാണെന്ന് ബന്ധുക്കളോടൊക്കെ വിളിച്ചു പറയുന്നത്. കുട്ടിക്കാലം തൊട്ട് അവൾ നിന്നെ മൂദേവി എന്നല്ലാതെ സ്നേഹത്തോടെ എന്തെങ്കിലും പേരുകൾ വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. പലപ്പോഴും തേവിടിച്ചി എന്ന് വരെ വിളിച്ചിട്ടുണ്ട്. ഒരമ്മ എങ്ങനെ ആവരുതെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണവൾ. പിന്നെ എൻ്റെ കാര്യത്തിൽ എനിക്കിതൊക്കെ കിട്ടേണ്ടതാണ്. വെട്രിയുടെ അമ്മയെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കിയതിന് ദൈവം തരുന്ന ശിക്ഷയാവുമെല്ലാം. നിനക്കിപ്പോൾ സിനിമയിലൊരു വഴി തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ നിൻ്റെ സാഹചര്യത്തിൽ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും അത്യാവശ്യമാണ്. അതുകൊണ്ട് നീ നിൻ്റെ സഹോദരൻ്റെ ഒപ്പം നിൽക്കുന്നതാവും നല്ലത്. എനിക്കറിയാം, ഈ ലോകത്തിൽ മറ്റാരെക്കാളും നിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അവനാണ്. അവൻ്റെ കയ്യിൽ നിന്നെ ഏൽപ്പിച്ചാൽ പിന്നെ എനിക്ക് നിൻ്റെ കാര്യത്തിൽ ഒന്നുകൊണ്ടും ഭയമില്ല. അതുകൊണ്ട് മോളിനി ആ നരകത്തിലേക്ക് തിരിച്ചു വരണ്ട. അച്ഛനും മോളെ കാണാൻ തോന്നുമ്പോൾ ഇതുപോലെ ഇവിടെ വന്ന് കണ്ടോളാം." അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. രേഷ്മ അപ്പയെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ഉമ്മ വെച്ചു. വെട്രിയും അയാളുടെ അരികിലേക്ക് ചെന്ന് അപ്പയുടെ തോളിൽ ബലമായി അമർത്തി. രേഷ്മയുടെ കയ്യിൽ നിർബന്ധിച്ച് പണം കൊടുത്ത ശേഷം തിരികെ പോകുവാൻ തുടങ്ങിയ അയാളെ പാട്ടി സ്നേഹപൂർവ്വം ഊണ് കഴിക്കുവാനായി അകത്തേക്ക് ക്ഷണിച്ചു. അവരുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും സംസാരവും കണ്ടപ്പോൾ അയാൾക്കത് നിരസിക്കുവാൻ കഴിഞ്ഞില്ല. പാട്ടി ഉണ്ടാക്കിയ സ്പെഷ്യൽ വിഭവങ്ങൾ കൂട്ടി അവർ ഒരുമിച്ച് കഴിച്ചു. അപ്പം മടങ്ങുമ്പോൾ വെട്രി രേഷ്മയുടെ കയ്യിലായി മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോൾ എല്ലാവരും ചേർന്ന് പത്മിനിയിൽ വസന്തനഗർ ബീച്ചിലേക്ക് പോയെങ്കിലും കടലമ്മ ഫ്രോഡെന്ന് എഴുതി കളിക്കുന്ന ആ കളി ആനന്ദിയെപ്പോലെ തന്നെ അവരും വേണ്ട എന്ന് വെച്ചു. പകരം 5 പേര് പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് കാൽമുട്ട് വരെ നനയുന്ന രീതിയിൽ കടലിലേക്ക് ഇറങ്ങി നിന്നു. ഓരോ തിരയും അവരുടെ കാലുകളെ തഴുകി കരയിൽ ചെന്ന് അവസാനിച്ചു. രേഷ്മ ഇടയ്ക്കിടെ അവരിൽ നിന്നും അല്പം മാറി നിന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് 4-5 തവണ ആവർത്തിച്ചപ്പോൾ വെട്രി സംശയത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്നു. രേഷ്മ ഫോണിൽ ആരോടോ കെഞ്ചുന്നത് പോലെ അവന് തോന്നി. "എന്തുവാടി പുതിയ ഗുലുമാൽ?" അവൾ ഫോൺ കട്ട് ചെയ്തതും അവൻ സംശയത്തോടെ ചോദിച്ചു. "അതൊന്നുമില്ല. ആനന്ദിയെ ബാധിക്കുന്ന വല്ല കാര്യവുമാണെങ്കിൽ അപ്പ പറഞ്ഞൊന്നും ഞാൻ നോക്കില്ല കേട്ടല്ലോ. നിന്റെ തല ഞാൻ തല്ലിപ്പൊളിക്കും." "ഒന്ന് പോടാ. ഇത്രയുമൊക്കെ അനുഭവിച്ച അവളെ ഞാൻ ഇനിയും ഉപദ്രവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ നീ ഇത് ആരോടാ രഹസ്യമായിട്ട് സംസാരിക്കുന്നത്?" "ഓ, അതെൻ്റെ പടത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറോടാ. നല്ല മനുഷ്യനാടാ. നാളെ രജനി മൂവി പേട്ടയുടെ റിലീസല്ലേ. നമുക്കെല്ലാവർക്കും ടിക്കറ്റ് ഒപ്പിക്കാൻ നോക്കുവാ ഞാൻ." "അതിനാണോ അയാളൊക്കെ വിളിച്ച് കെഞ്ചുന്നത്? നീ കാശിറക്കുവാണെങ്കിൽ ഏതെങ്കിലും തിയേറ്ററിലെ ബ്ലാക്ക് ടിക്കറ്റ് ഞാൻ ഒപ്പിച്ചു തരാം." "അങ്ങനെ വല്ല തിയേറ്ററിലൊന്നും പോയി കാണാൻ പറ്റില്ല. എനിക്ക് കോയമ്പോടുള്ള രോഹിണി തിയേറ്ററിൽ തന്നെ ടിക്കറ്റ് കിട്ടണം." "രോഹിണിയിലോ? കിട്ടിയത് തന്നെ," വെട്രി പുച്ഛത്തോടെ പറഞ്ഞു. ആ സമയത്ത് രേഷ്മയുടെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. ആദ്യത്തെ ബെല്ലിൽ തന്നെ അവൾ കോൾ എടുത്തു. ഫോണിൽ നിന്നും എന്തോ സന്തോഷവാർത്ത കേട്ടതുപോലെ അവൾ പലതവണ താങ്ക്സ് പറഞ്ഞുകൊണ്ട് കോൾ കട്ടാക്കിയിട്ട് വെട്രിയെ പിടിച്ച് കറക്കി. "നാളെ വെളുപ്പിന് 4 മണിക്കത്തെ ഫാൻ ഷോക്ക് 5 ടിക്കറ്റ് ബുക്ക്ഡ്. അതും ബാൽക്കണി VIP ടിക്കറ്റ്." അന്നു രാത്രിയിൽ എല്ലാവരും ഉറക്കം പിടിച്ചുവെങ്കിലും ആനന്ദി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ടെറസിൽ വാട്ടർ ടാങ്ക് കയറ്റി വച്ചിരിക്കുന്ന കോൺക്രീറ്റ് സ്ലാബിൽ കയറിയിരുന്ന് ഇരട്ട നക്ഷത്രങ്ങളെ നോക്കി അവൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരോ പടികൾ കയറി മുകളിലേക്ക് വരുന്ന കാൽപ്പെരുമാറ്റം കേട്ടത്. റാമായിരുന്നു അത്. അവനും അവളുടെ അരികിലേക്ക് ചെന്നിരുന്നു. പരസ്പരം ചിരിച്ച ശേഷം അവർ ഒരുമിച്ച് ആകാശത്തേക്ക് നോക്കി. "നിന്നെപ്പോലെ തന്നെ നിൻ്റെ അനുജനും എന്നും മിവയെ ഇങ്ങനെ നോക്കുമായിരിക്കുമല്ലേ?" "ഏയ്, അവനിപ്പോൾ ഓസ്ട്രേലിയയിലല്ലേ റാം. അവിടെ നിന്നും മിവയെ കാണാൻ പറ്റില്ല." "ഓ." സംസാരം മുറിഞ്ഞു പോയതുപോലെ അവർക്കിടയിൽ പെട്ടെന്ന് നിശബ്ദതയുണ്ടായി. സമയത്തിൽ വ്യത്യാസമുണ്ടായാലും ചന്ദ്രനെ ഭൂമിയിൽ എല്ലായിടത്തു നിന്നും ഒരുപോലെ തന്നെയല്ലേ കാണാൻ ഒക്കുക? റാമിൻ്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് ആനന്ദി അവനെ സംശയത്തിൽ നോക്കി. "ഇനി ഉടനെയൊന്നും നമ്മൾ തമ്മിൽ കാണലും മിണ്ടലും ഒന്നും ഉണ്ടാവില്ലല്ലോ ആനന്ദി. ഞാൻ നിന്നെ മിസ് ചെയ്യുമ്പോഴൊക്കെ ചന്ദ്രനെ നോക്കാം. നിനക്കെന്നെ മിസ് ചെയ്യുമോ എന്നെനിക്കറിയില്ല. അഥവാ മിസ് ചെയ്താൽ നീയും നോക്കുമോ?" അവൻ്റെ ചോദ്യത്തിന് അവൾ മറുപടി പറഞ്ഞില്ല. പകരം ചന്ദ്രനിലേക്ക് ഒരു നോട്ടമെറിയുക മാത്രം ചെയ്തു. പിറ്റേന്ന് പുലർച്ചെ 3:15 അലാറം അടിച്ചപ്പോൾ രേഷ്മ എല്ലാവരെയും തട്ടി എഴുന്നേൽപ്പിച്ചു. അവളുടെ ഒറ്റയാളുടെ നിർബന്ധപ്രകാരം പേട്ട കാണുവാൻ കോയമ്പേലുള്ള രോഹിണി തിയേറ്ററിലേക്ക് അവർ 5 പേരും ഉറക്കച്ചടവോടെ പുറപ്പെട്ടു. അവരവിടേക്ക് എത്തുമ്പോൾ രോഹിണി തിയേറ്ററിൻ്റെ പരിസരമാകെ ബാൻഡ് മേളം ഉൾപ്പെടെ രജനീകാന്ത് ആരാധകരുടെ വലിയ ആഘോഷങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പാർക്കിംഗ് ഫുള്ളായിരുന്നതിനാൽ കാർ വെളിയിൽ പാർക്ക് ചെയ്തിട്ട് ഒരു വിധത്തിൽ തിക്കിത്തിരക്കി അവർ തിയേറ്ററിനുള്ളിലേക്ക് കയറിപ്പറ്റി. സിനിമയുടെ കാര്യത്തിൽ റാം ആദ്യമായിട്ടായിരുന്നു തമിഴ്നാടിൻ്റെ പൾസ് നേരിട്ട് അനുഭവിച്ചറിയുന്നത്.
രേഷ്മ ആരെയോ വിളിച്ചപ്പോൾ അയാൾ തിയേറ്റർ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അവരെ മുകളിലത്തെ നിലയിലുള്ള ബാൽക്കണി VIP ലോഞ്ചിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 30 താഴെ സീറ്റുകൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പടം തുടങ്ങുന്നതിന് മുൻപേ തന്നെ താഴെ നിന്നും ആളുകളുടെ ആരവങ്ങൾ ഉയർന്നു കേട്ടു. ഏറ്റവും പിന്നിലത്തെ റോയിലായിരുന്നു പാട്ടിയും കൂട്ടരും ഇരുന്നിരുന്നത്. VIP ലോഞ്ചിലേക്ക് പോഷ് ലുക്കുള്ള ഏതാനും ആളുകൾ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് രേഷ്മ ആനന്ദിയുടെ കൈ തൻ്റെ കൈക്കുള്ളിലാക്കി അമർത്തി. എന്തുപറ്റി എന്ന രീതിയിൽ ആനന്ദി അവളെ നോക്കി. ആനന്ദി, നീ ഞങ്ങളെയൊക്കെ വിട്ടു പോകും മുൻപ് നിനക്ക് ഞാൻ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരണ്ടേ? സ്പെഷ്യൽ ഗിഫ്റ്റോ? ഒന്ന് പോ രേഷ്മേ. ആനന്ദി അവളുടെ തലയ്ക്കിട്ട് ഒരു കൊട്ടു കൊടുത്തു. എൻ്റെ കണക്കുകൂട്ട് ശരിയാണെങ്കിൽ നീ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. അത് അനുഭവിച്ചറിയാൻ നീ റെഡിയായിക്കോ. അതെ ആനന്ദി, ഇറ്റ്സ് ടൈം ഫോർ എ ബിഗ് സർപ്രൈസ്. രേഷ്മ അത് പറയുന്ന സമയത്ത് താഴെ നിന്നും VIP ലോഞ്ചിൽ നിന്നും ഒരുപോലെ ആരവങ്ങൾ ഉയർന്നു കേട്ടു. അവർ നോക്കുമ്പോൾ രജനീകാന്തിൻ്റെ ഭാര്യ ലതയും അദ്ദേഹത്തിൻ്റെ മരുമകനും നടനുമായ ധനുഷും VIP ലോഞ്ചിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വരുന്നത് കണ്ടു. ധനുഷിനെ കണ്ടതും തിയേറ്ററിലാകെ ആരവങ്ങൾ മുഴങ്ങി. അയാൾ താഴെയുള്ളവരെയും VIP ലോഞ്ചിലുള്ളവരെയും ഒരുപോലെ കൈവീശി കാണിച്ചു. എന്നിട്ട് പാട്ടിയും കൂട്ടരും ഇരുന്നിരുന്ന റോയുടെ മുന്നിലത്തെ റോയിൽ ഇടം പിടിച്ചു. വിട്രി റാമും അപ്രതീക്ഷിതമായി അവരെ അത്രയും അടുത്ത് കണ്ട് കിളി പോയതുപോലെ ഇരിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്ന ആളെ കണ്ട് ശരിക്കും ഞെട്ടിപ്പോയത് ആനന്ദിയാണ്. അവൾ ഏറെ ആരാധിക്കുന്ന തെന്നിന്ത്യൻ നടി തൃഷയായിരുന്നു അത്. തൃഷയെ കണ്ടതും തൻ്റെ ശ്വാസം നിലച്ചതുപോലെ ആനന്ദിക്ക് തോന്നി. താഴെ നിന്നും VIP ലോഞ്ചിൽ നിന്നും ഉയർന്ന ആരവങ്ങളൊന്നും അവൾ കേട്ടില്ല. വിട്രിയോ റാമോ പാട്ടിയോ ആ നിമിഷത്തിൽ ആനന്ദിയിലുണ്ടായ ഭാവവ്യത്യാസങ്ങളൊന്നും തിരിച്ചറിഞ്ഞതുമില്ല. പക്ഷേ രേഷ്മയ്ക്ക് അവളുടെ മുഖത്തെ ആ ഒരു ഞെട്ടലായിരുന്നു കാണേണ്ടിയിരുന്നത്. ഇപ്പോൾ മനസ്സിലായോ ഞാൻ എന്തിനാണ് ഈ വെളുപ്പാങ്കാലത്ത് നിങ്ങളെയൊക്കെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നതെന്ന്? ഇന്നലെ രാവിലെയാണ് ധനുഷും തൃഷയും ഇവിടെ ഫാൻ ഷോയ്ക്ക് വേണ്ടി വരുന്നുണ്ടെന്ന് ന്യൂസ് കിട്ടിയത്. പിന്നെ ഒരു വിധത്തിലാണ് ടിക്കറ്റ് ഒപ്പിച്ച്. രേഷ്മ അത് പറയുമ്പോഴും ആനന്ദിയുടെ കണ്ണുകൾ മുന്നിലത്തെ റോയിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന തൃഷയിലായിരുന്നു. അവരുടെ ഓരോ സൂക്ഷ്മ ചലനങ്ങളും ആനന്ദി ആകാംക്ഷയോടെ ഉറ്റുനോക്കി. അവളുടെ തണുത്ത കൈകൾ രേഷ്മയുടെ കൈകളെ ഇറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിൽ വലിയൊരു ദൗത്യം ചെയ്തു തീർത്ത ഭാവത്തിൽ രേഷ്മ പുഞ്ചിരിച്ചുകൊണ്ട് ആനന്ദിയുടെ തോളിലൂടെ കൈയിട്ടു. സിനിമ കഴിഞ്ഞ് തൃഷ VIP ലോഞ്ച് വിടും മുൻപ് രേഷ്മ ആനന്ദിയെ വലിച്ചുകൊണ്ട് അവരുടെ അരികിലേക്ക് ചെന്നു. ആനന്ദി തൃഷയ്ക്കൊപ്പം നിന്ന് ഒരു പടമെടുക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. ഒടുവിൽ തൃഷ പോയതും ആനന്ദി രേഷ്മയെ ഇറുകി കെട്ടിപ്പിടിച്ചു. താങ്ക്സ് എൻ്റെ തങ്കമ്മേ, അവൾ സ്നേഹത്തോടെ പറഞ്ഞു. അത് കേട്ടതും രേഷ്മ ചിരിച്ചുകൊണ്ട് ആനന്ദിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. ഒടുവിൽ തിയേറ്റർ പരിസരത്ത് തിക്കും തിരക്കുമൊക്കെ താണ്ടി ഒരു വിധത്തിൽ അവർ 5 പേരും കാർ കിടക്കുന്ന ഭാഗത്തേക്ക് ചെന്നെത്തി. അപ്പോഴേക്ക് സമയം രാവിലെ 7:30 കഴിഞ്ഞിരുന്നു. ചെന്നൈ നഗരം തിരക്കിലേക്ക് കടക്കും മുൻപേ തന്നെ അവർ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും എല്ലാവരിലും വിശപ്പിൻ്റെ വിളി ആരംഭിച്ചിരുന്നു. ഒടുവിൽ അടുക്കളയിൽ കയറി എല്ലാവരും ചേർന്ന് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിയ ശേഷം അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തായിരുന്നു ആനന്ദിയുടെ ഫോണിലേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു കോൾ വന്നത്. ഇൻസ്പെക്ടർ ഫാറൂഖോ കതിർവേലോ നടന്ന സംഭവങ്ങളെപ്പറ്റി അന്വേഷണ ഉദ്യോഗസ്ഥനോട് സത്യം വെളിപ്പെടുത്താതിരുന്നതിനാൽ ഇരുവരുടെയും ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് അവർ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആനന്ദിയെ വിളിച്ചതായിരുന്നു. ഒരു മിസ്സിംഗ് കേസിന് വേണ്ടിയാണ് തന്നെ ഫാറൂഖ് വിളിച്ചതെന്നും മിസ്സായവർ തിരികെ എത്തിയെന്ന് അറിയിക്കുവാൻ വേണ്ടിയാണ് രാത്രിയിൽ പരസ്പരം വിളിച്ചതെന്നും ആനന്ദി മൊഴി കൊടുത്തു. വിളിച്ച പോലീസ് ഉദ്യോഗസ്ഥർ മിസ്സിംഗ് കേസിൻ്റെ സ്റ്റാറ്റസ് നോക്കി ആനന്ദി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞിട്ടാണ് കോൾ കട്ടാക്കിയത്. അതുവരെ അവൾക്കരികിലായി പാട്ടിയും ബാക്കിയുള്ളവർ ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരുന്നു. 2-ാം ദിവസത്തിലെ അന്നത്തെ ആ ഒരു പകൽ കൂടിയായിരുന്നു അവർക്ക് മുന്നിൽ മിച്ചമുണ്ടായിരുന്നത്. കോളേജിലെത്തി പ്രിൻസിപ്പൽ ശ്രീനിവാസ് സാറിനോട് യാത്ര പറയുവാനും ആനന്ദിക്ക് കൊണ്ടുപോകുവാനുള്ള ബാഗ് ഉൾപ്പെടെയുള്ള ചില സാധനങ്ങൾ വാങ്ങുവാനും വേണ്ടി ആനന്ദിയും രേഷ്മയും കൂടി വെളിയിലേക്ക് പോയപ്പോൾ റാം യാത്രയ്ക്കായി തനിക്ക് 2 ദിവസത്തേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എടുക്കുവാനായി ഫ്ലാറ്റിലേക്ക് പോയി. വിനീഷേട്ടനോടും കിരണിനോടും തിരികെ വന്നതിന് ശേഷം മാത്രം കാര്യങ്ങളെല്ലാം വിശദമായി പറയാമെന്ന് നിശ്ചയിച്ചു വച്ചിരുന്നതിനാൽ അവരോട് യാത്ര പോകുന്ന വിവരം മറച്ചു വയ്ക്കാനും റാം തീരുമാനിച്ചു. വിട്രിയും ആരെയോ കാണുവാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയപ്പോൾ പാട്ടി അല്പം ഒന്ന് വിശ്രമിക്കുവാനായി കിടന്നു. എങ്കിലും ഉച്ചയ്ക്ക് മുൻപേ തന്നെ പല വഴിക്ക് പോയി അവരെല്ലാവരും പാട്ടിയുടെ വീട്ടിലേക്ക് തിരികെ എത്തി. വൈകിട്ട് 4 മണിയോടെ യാത്ര പുറപ്പെടുവാനായിരുന്നു അവരുടെ എല്ലാം തീരുമാനം. കേരളത്തിൽ നിന്നും ബോട്ട് പുറപ്പെടുന്നത് 12-ാം തീയതിയാണെങ്കിലും തലേന്ന് രാവിലെ തന്നെ മുനമ്പത്തിനടുത്തുള്ള ചെറായി എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരണമെന്ന് അമർദാസ് ആനന്ദിയെ വിളിച്ചറിയിച്ചിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ ബന്ധപ്പെടുവാനുള്ള ഒരു ഫോൺ നമ്പറും അയാൾ അവൾക്ക് നൽകി. ആനന്ദി തൻ്റെ മുറിയിലിരുന്ന് താൻ വാങ്ങിയ മഞ്ഞ നിറമുള്ള ട്രാവൽ ബാഗിലേക്ക് കൊണ്ടുപോകാനുള്ള ഓരോ സാധനങ്ങളും പെറുക്കി വയ്ക്കുന്ന സമയത്ത് വെട്രി അവിടേക്ക് വന്നെത്തി. പാട്ടിയും റാമും രേഷ്മയും അവൾ സാധനങ്ങൾ എടുത്ത് വയ്ക്കുന്നതൊക്കെ നോക്കി അവളുടെ കട്ടിലിൽ ഇരിപ്പുണ്ടായിരുന്നു. മുറിയിലേക്ക് വന്നെത്തിയ വെട്രി അവർ തലേന്ന് ബീച്ചിൽ പോയപ്പോൾ അവനും ആനന്ദിയുമായി നിന്നെടുത്ത ഒരു സെൽഫി ഫോട്ടോ ചെറിയ തടി ഫ്രെയിമിലാക്കിയത് കൊണ്ടുവന്ന് ആനന്ദിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അപ്പോൾ ഇതിനാണല്ലേ നീ തിരക്കിട്ട് വെളിയിലേക്ക് പോയത്? പാട്ടി വെട്രിയെ നോക്കി ചോദിച്ചു. അത് പിന്നെ ഇവൾ രാജയെ കാണുമ്പോൾ എന്നെപ്പറ്റി പറയുമല്ലോ. അപ്പോൾ അവൻ എന്നെ കാണണമെന്ന് പറഞ്ഞാലോ? നിങ്ങളെയൊന്നും പോലെയല്ലല്ലോ, ഞാനിപ്പോൾ ഇതുങ്ങൾ രണ്ടിൻ്റെയും ചേട്ടനല്ലേ. അത് കേട്ടതും ആനന്ദി വെട്രിയെ ഒരുപാട് ഇഷ്ടത്തോടെ കെട്ടിപ്പിടിച്ചു. എൻ്റെ വെട്രി, നീ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. വെട്രിയായിരുന്നു പത്മിനിയെ ഗേറ്റിന് വെളിയിലേക്ക് ഓടിച്ചിറക്കിയത്.
അവരെല്ലാവരും കാറിലേക്ക് കയറുവാൻ ഗേറ്റിന് വെളിയിലേക്ക് നടക്കുന്ന സമയത്ത് ആനന്ദി ആ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. സ്വന്തം വീട്ടിൽ നിന്നും എന്നേക്കുമായി പടിയിറങ്ങി പോകുന്ന പോലുള്ള ഒരു നൊമ്പരമായിരുന്നു അവളുടെ ഉള്ളിൽ. താൻ കഴുകാറുള്ള വാട്ടർ ടാങ്കിലേക്കും താമസിച്ചിരുന്ന മുറിയുടെ വാതിലിലേക്കും ഉപയോഗിച്ചിരുന്ന പുറത്തെ ബാത്റൂമിലേക്കുമെല്ലാം അവളുടെ കണ്ണുകൾ സഞ്ചരിച്ചു. ആ വീട്ടിൽ വെച്ച് സംഭവിച്ചിട്ടുള്ള കുറേ നല്ല നിമിഷങ്ങൾ അവളുടെ ഓർമ്മകളിലൂടെ കടന്നുപോയി. തേനീച്ചകളുടെ കൂട്ടിലേക്ക് നോക്കിയപ്പോൾ അന്നത്തെ ചെന്തട്ടിപ്പൊടിയുടെ ആ സംഭവം ഓർത്ത് അവൾ ചിരിച്ചു. പാട്ടിക്കും വെട്രിക്കുമൊപ്പം ഇനി ഈ ജന്മത്തിൽ ഒരിക്കൽ കൂടി ഇവിടെ താമസിക്കുവാൻ സാധിക്കുമോ എന്ന സ്വന്തം ചോദ്യത്തിന് അവൾക്ക് തന്നെ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. ഒരു നിമിഷം എന്തോ മറന്നുപോയതുപോലെ അവൾ കാർ ഷെഡിലേക്ക് തിരികെ നടന്നു ചെന്നു. എന്നിട്ട് അവിടെ ഇരിക്കുന്ന തൻ്റെ ലൂണ സ്കൂട്ടറിനെ ഇഷ്ടത്തോടെ നോക്കി. അതിൻ്റെ മുന്നിൽ തൂക്കിയിട്ടിരുന്ന 2 ദിവസം പഴക്കമുള്ള പൂമാല അവൾ അഴിച്ചെടുത്തു. ശേഷം അതിൻ്റെ മീറ്ററിലൊന്ന് അമർത്തി ചുംബിച്ചു. നിന്നെ ഞാൻ ശരിക്കും മിസ് ചെയ്യുമെടാ. അതിൻ്റെ സീറ്റിലൂടെ കൈവിരലുകൾ ഓടിച്ചുകൊണ്ട് അവൾ വണ്ടിയെ നോക്കി പറഞ്ഞു. ലൂണയെ തനിച്ചാക്കി തിരികെ നടക്കുമ്പോൾ വണ്ടിയിൽ നിന്നും ഊരിയെടുത്ത ആ പൂമാലയിലെ വാടിയ ബന്ദിപ്പൂക്കൾ അവൾ അടർത്തിയെടുത്തു. ശേഷം പാട്ടിയുടെ പൂന്തോട്ടത്തിലേക്ക് അവ വലിച്ചെറിഞ്ഞു. ആ സമയത്ത് ഗേറ്റിന് വെളിയിൽ ഭംഗിയിൽ വരച്ചിട്ടിരിക്കുന്ന കോലത്തിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു റാം. ആനന്ദിയെ കൊണ്ടുവിട്ടതിന് ശേഷം അവിടേക്ക് തിരിച്ചെത്തുമ്പോൾ തന്നെ ആദ്യം വേട്ടയാടാൻ പോകുന്നത് അവൾ വരച്ചിട്ടിരിക്കുന്ന ആ കോലമായിരിക്കുമെന്ന് അവൻ ഓർത്തു. പോകാം, നിലത്ത് നോക്കി നിൽക്കുന്ന റാമിനോട് ആനന്ദി ചോദിച്ചു. അപ്പോഴേക്കും പാട്ടിയും രേഷ്മയും പത്മിനിയുടെ പിൻവശത്തേക്ക് കയറിയിരുന്നു. യെസ്, പോകാം. റാം അതും പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്ത് നോക്കാതെ കാറിൻ്റെ ഭാഗത്തേക്ക് തിരിയാൻ തുടങ്ങിയതും ആനന്ദി അവൻ്റെ ഷർട്ടിൻ്റെ തുമ്പിൽ പിടിച്ച് അവനെ തന്നിലേക്ക് തിരികെ വലിച്ചു. കാറിൽ എനിക്കൊപ്പം ഇരിക്കാമോ? ആനന്ദിയുടെ പെട്ടെന്നുള്ള ആ ചോദ്യം കേട്ടതും അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. മല്യൊരിക്കൽ പറഞ്ഞിട്ടുള്ളതുപോലെ നാളുകളോളം മനസ്സിലൊളിപ്പിച്ചു വെച്ച ഒരു രഹസ്യ പ്രണയം അവളുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് അവൻ കണ്ടു. രേഷ്മയുടെ മുന്നിലത്തെ സീറ്റ് ഇരിക്കാമോ എന്ന് റാം ചോദിച്ചപ്പോൾ ആ സീറ്റിനോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്ന പാട്ടി ഡോർ തുറന്നിറങ്ങി മുന്നിലേക്ക് കയറി. റാമും ആനന്ദിയും പിൻസീറ്റിലേക്ക് കയറി ഡോർ അടച്ചതും വെട്രി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പത്മിനിയുടെ ഫസ്റ്റ് ഗിയറിട്ട് വണ്ടി മുന്നോട്ടെടുത്തു.